ഡോക്ടർ ശ്രീ വി സുഭാഷ് ചന്ദ്രബോസ്, ഒരു വിഷയമല്ല തൊഴിലടക്കം ഇവരെവിടെ മാറ്റി പാർപ്പിക്കുന്നു, അതിൽ ഇവരെങ്ങനെ തുടരുന്നു എന്നതടക്കമുള്ള വിഷയങ്ങൾ, ഈ ഭൂമി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഈ ചൂരൽമലയും മുണ്ടക്കയും മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടല്ല. നമുക്ക് മുന്നിൽ കവളപ്പാറ നിൽക്കുന്നു, പുത്തുമല നിൽക്കുന്നു. പുത്തുമലയിലേക്ക് പ്രഖ്യാപിച്ച ടൗൺഷിപ്പൊക്കെ എവിടെയാണ്, അത് കടലാസിൽ തന്നെയാണല്ലോ എന്ന് ചോദിക്കുന്നവരുടെയൊക്കെ എണ്ണം കൂടുതലാണ്. ആ ചോദ്യങ്ങളൊന്നും പക്ഷെ പുറത്തോട്ട് കേൾക്കാത്ത ഒരു വിഷയമുണ്ട്. വാടക വീട്ടിലേക്ക് മാറാൻ വേണ്ടി ആദ്യം നിർദ്ദേശിക്കുന്നു, പിന്നെ വാടക കൊടുക്കുന്നതിൽ ചില ബുദ്ധിമുട്ട് വന്നു എന്ന തരത്തിലുള്ള പരാതികളൊക്കെ പല ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ടായി പുത്തുമല നിവാസികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ആത്മവിശ്വാസം ഒട്ടും ചെറുതായി കാണുന്നില്ല. പക്ഷേ എത്രത്തോളം പ്രായോഗിക തലത്തിൽ അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട് അധികൃതരുടെ കയ്യിൽ എന്ന് കരുതാൻ കഴിയും? അത് അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഇപ്പം ഇല്ല. ഇപ്പം സംവിധാനം ഇപ്പോൾ എടുക്കുന്ന, അതായത് ഒരു ആക്സിഡന്റ് ഒരു ഡിസാസ്റ്റർ നടന്നാൽ ആദ്യം ചെയ്യുന്നത് വില്ലേജ് ഓഫീസർമാർ, റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഏറ്റവും പ്രധാനം. അവർ മറ്റവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒരു റാപ്പിഡ് ആക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കും. എത്ര മരിച്ചു, എത്ര പേര്, എത്ര സ്വത്ത് നഷ്ടപ്പെട്ടു. കാരണം അത് ഗവൺമെൻറ്റിന് കൊടുക്കാനാണ്. വളരെ അത് തയ്യാറാക്കി കാണും. ആൾറെഡി 2 ദിവസം കൊണ്ട് ഒരു തയ്യാറാക്കി കാണും. അത് വളരെ കൊട്ടക്കണക്കാണ്. 1000 കോടി 2000 കോടി വലിയ കണക്കായിരിക്കും. അതൊരു റാപ്പിഡായിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇനി ഡീറ്റെയിൽഡായിട്ട് പ്രോസസ്സ് ചെയ്യണം, അത് ചെയ്യും. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, പുത്തുമലയായാലും നേരത്തെ കവളപ്പാറ ആയാലും ഒക്കെ നടന്നത് പുനരധിവാസം എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ സിസ്റ്റത്തിലൂടെ ചെയ്താൽ അത് പരാജയപ്പെടും. ഇതൊരു മിഷൻ തുടങ്ങണം. ഇതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് മിഷൻ തുടങ്ങണം. കുടുംബശ്രീ പോലെ, അല്ലെങ്കിൽ ഒരുപാട് മിഷനുകൾ ഈ രാജ്യത്തുണ്ടല്ലോ. അതുപോലെ പുതിയൊരു മിഷൻ, റീഹാബിലിറ്റേഷൻ മിഷൻ, നല്ലൊരു പേരൊക്കെ ഇട്ട് തുടങ്ങണം. അതിന് വയനാടിനെ ഏറ്റവും നന്നായി അറിയാമെന്നുള്ള ഒരുപാട് കളക്ടർമാർ അവിടെ ഇരുന്നിട്ടുണ്ട്. അവർ പലരും ഇപ്പോൾ സീനിയർ IAS കാരായിട്ട് തിരുവനന്തപുരത്തുണ്ട്, സെക്രട്ടേറിയറ്റിലൊക്കെ. അതിലേറ്റവും പ്രമുഖ, ഞാൻ പേര് പറയുന്നില്ല, പ്രമുഖനായ ഒരു IAS കാരനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ മിഷൻ ഡയറക്ടറാക്കണം. എന്നിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പദ്ധതികൾ വാങ്ങണം, CSR പ്രൊജക്റ്റുകൾ വാങ്ങണം. മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള ഒരുപാട് ആളുകൾ പണം കൊടുക്കാൻ പറഞ്ഞല്ലോ. ആ എല്ലാ പണത്തെയും പൂൾ ചെയ്യണം. പണം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണമെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ചുകളയരുത്, പൂൾ ചെയ്യണം. കാരണം കിട്ടും എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് കൃത്യമായി ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കണം. വയനാടിൽ സ്ഥലമില്ല എന്ന് പറയുന്നത് ശരിയല്ല, ആവശ്യത്തിന് സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ നിരപ്പായ സ്ഥലങ്ങളൊക്കെ അവിടെ കുറേയുണ്ട്. വളരെയധികം സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി കുറച്ച് സ്ഥലങ്ങൾ ചെയ്യാൻ പറ്റും. അവിടെ അവരെ പുനരധിവസിപ്പിക്കണം. അവർക്ക് അടിസ്ഥാനപരമായി വേണ്ടത് 1 വീട്, 2 അവർക്ക് പിന്നെ അത്യാവശ്യം കുറച്ച് പണവും മറ്റു കാര്യങ്ങളും കുറച്ച് കൊടുക്കണം. കാരണം അവർക്ക് വസ്ത്രവും പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ച് കൊടുക്കണം. പിന്നെ അവരുടെ തൊഴിലാണ്, പിന്നെ വിദ്യാഭ്യാസം, അപ്പോൾ കുറച്ച് ആരോഗ്യം. ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റുന്നതാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളും ഇത് ചെയ്യുന്നതാണ്. നമ്മൾ പറ്റില്ല എന്ന് പറയുന്നതിനകത്തൊരു കാര്യമില്ല. ഇപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് ചിലപ്പോൾ കാണില്ല. ഇപ്പോൾ ഒരു ആവേശം മാത്രമേ കാണുകയുള്ളൂ. ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊരു ആവേശം കാണുകയുള്ളൂ. കുറേ കണക്കുകളും പറയും. പക്ഷേ അതിനപ്പുറം കൃത്യമായൊരു DPR ഉണ്ടാവണം, അതിനൊരു മിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാവണം. അത് ജനകീയമായി ചർച്ച ചെയ്യണം. അത് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് ചെയ്യണം. ഹാരിസൺ മലയാളം പോലുള്ള ആളുകൾ ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യണം. മറ്റ് NGOസിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള അവർക്ക് ചെയ്യണം. പിന്നെ ഡിസാസ്റ്റർ ഇനി വന്നാൽ, ഇനിയും ഡിസാസ്റ്റർ വരും അവിടെ. വയനാട് ഒരു ഹോട്ട്സ്പോട്ടാണ്. വന്നാൽ എങ്ങനെയാണ് ആളുകളെ ഇനി അവർ പെരുമാറേണ്ടത്, ജീവിക്കേണ്ടതെന്ന് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നു. അപ്പോൾ ഞാൻ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പാക്കേജിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു മിഷൻ ഡോക്യുമെൻ്റ്, ഒരു ടൈം ഫ്രെയിം, ഒരു കലണ്ടറും ഒക്കെ വെച്ച് ചെയ്താൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആദ്യമായിട്ടാണല്ലോ കേരളത്തിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം ഒരു ടൗൺഷിപ്പ് വരും എന്ന് പ്രഖ്യാപിക്കുന്നത്. ഞാനാണ് ആദ്യമായി ഒരു ടൗൺഷിപ്പ് കൺസെപ്റ്റ് ചാനലിലൂടെ പുറത്തു വെക്കുന്നത്. അപ്പോൾ ആ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ന്യൂസ് 18 തന്നെ തോന്നുന്നു. ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നഗരമല്ല ഉദ്ദേശിക്കുന്നത്. പേരിൽ ഒരു ടൗൺ കിടക്കുകയാണെങ്കിലും ഒരു വില്ലേജാണ് ഉദ്ദേശിക്കുന്നത്. ആ വയനാടിന് പറ്റിയിട്ടുള്ള ഭൂമിശാസ്ത്രവും മറ്റ് സംസ്കാരവും എല്ലാം ചേരുന്ന ഒരു വില്ലേജാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ വില്ലേജ് അവിടെ സാധ്യതയുണ്ട്. അത് 1 2 സ്ഥലങ്ങളായിരിക്കും. ഒരു സ്ഥലത്ത് തന്നെ 1000 പേരെ 2000 പേരെ പാർപ്പിക്കണമെന്നില്ല. 2 3 സ്ഥലങ്ങളിലായിട്ട് അവരെ പാർപ്പിക്കുകയും കൃഷി, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിയുടെ അവിടെ ആയിരിക്കത്തില്ല അല്ല, ഞാൻ ചോദിക്കുന്നത് ആ പോയിന്റിൽ ഒരു വിഷയം, പലയിടങ്ങളിലായിട്ട് താമസിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കിടക്കും. അതാണ് ഈ കവളപ്പാറയിൽ പുത്തുമലയിലൊക്കെ സംഭവിച്ചത്. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുമിച്ച് ജീവിച്ചവർ അത് പല ഭാഗത്തായി ചിതറിപ്പോകുന്നതിന്റെ പറയുമ്പോൾ അവർ സെപ്പറേറ്റ് വീടുകളിലാണല്ലോ താമസിച്ചത്. സെപ്പറേറ്റ് വീടുകളിലാണല്ലോ. പിന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നൊസ്റ്റാൾജിയ ഇല്ല. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അത് നമ്മൾ വെറുതെ പറയുന്നതാണ്. തിരുവനന്തപുരം നഗരം എടുത്ത് നോക്കൂ. ഈ നഗരത്തിൽ മഹാഭൂരിപക്ഷ ആളുകളും പുറത്തുനിന്ന് ഇവിടെ ജോലി കിട്ടി വന്ന് വീട് വച്ചിരിക്കുന്നതാണ്. കേശവസ്ഥ എടുത്തുള്ളൂ, പരുത്തിപ്പാറ എടുത്തുള്ളൂ, നാലാഞ്ചിറ എടുത്തുള്ളൂ, എല്ലാം എടുത്തുള്ളൂ. ഇവിടെ രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് എന്താണ്? വളരെ കുറച്ച് കെട്ടിടങ്ങളും കുറച്ച് ആളുകളുമാണ്. ഇവിടെ ISRO വന്നു, വിമാനത്താവളം വന്നു, കുറേ കോളേജുകൾ വന്നു, സ്ഥാപനങ്ങൾ. അങ്ങനെ
മലബാറിൽ നിന്നും മധ്യ തിരുവിതാംകൂർ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ, വ്യാപകമായി തിരുവനന്തപുരത്ത് ആളുകൾ അല്ല താമസിച്ചു. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അതൊരു വിഷയമുണ്ട്. ഈ ജോലിക്കായി, അതെ ജോലി, അതെ ആ, തൊഴിലുമായി അപ്പൊ അതുപോലെ തൊഴിൽ ബന്ധപ്പെട്ട് കൊടുക്കണമെന്നേ. നിങ്ങൾ ചെറുകിട ഫാക്ടറി തുടങ്ങണം. നിങ്ങൾ ആളുകളെ പ്രദർശിപ്പിക്കണമെങ്കിൽ ചെറുകിട ഫാക്ടറികൾ തുടങ്ങണം, ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങണം. അല്ല പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഇപ്പോഴുള്ള തൊഴിൽ മേഖലകളും തൊഴിൽ സ്ഥാപനങ്ങളുടെയും സ്ഥിതി എന്താണ്? അല്ല അത് വെച്ച് അതാണല്ലോ ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ഇപ്പോഴുള്ളത് വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത്, ഇപ്പോഴുള്ള സംവിധാനം വെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കരുത്. ഇപ്പോഴുള്ള ദുരന്ത നിവാരണ പരിപാടി തൊഴിലിനാകണം പ്രാധാന്യം. ഇനിയിപ്പോൾ ഇതുപോലെ മാറ്റി നടുന്നുണ്ടെങ്കിൽ, Yes, അങ്ങനെ മാറ്റി തീർച്ചയായിട്ടും. നടുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് പക്ഷേ തൊഴിലാണ് പ്രാധാന്യം. അത് അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് അഡ്രസ് അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇതുവരെ? ചെയ്യപ്പെട്ടാലല്ലേ അവർ നിൽക്കുള്ളൂ. അല്ല, അല്ലെങ്കിൽ ഇതുവരെ ഈ ഘട്ടം വരെ അത് അഡ്രസ് ചെയ്യപ്പെട്ടില്ല. പുനരധിവാസം എന്ന് പറയുന്നത് നമുക്ക് വീടുകളാണ്, അല്ലെങ്കിൽ ആ ഒരു ടൗൺഷിപ്പ് ആണ്. ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാലോ വീടെന്ന് പറഞ്ഞാലോ, വീട് ഞാൻ പറഞ്ഞില്ല, കമ്പോണന്റ് വൈസ് തന്നെ പറഞ്ഞില്ല. വീട്, തൊഴിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഏറ്റവും അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ. പിന്നെ കൃഷി, ഇതെല്ലാം കൂടെ ഉള്ളൊരു പാക്കേജാണ് പറയുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല അവനങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ താങ്കൾ ചോദിച്ച പോലെ ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് മാറി താമസിക്കുന്നതിന് നൊസ്റ്റാൾജിയ കാണിച്ചാൽ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. അതെനിക്ക് മനസ്സിലായി. ആ ഒരു പോയിന്റിൽ നിന്ന്